യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എന്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് സെപ്റ്റംബർ 15 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ പലപ്പോഴും കർത്താവ് അത്ഭുതം ചെയ്യുന്നു, ദൈവം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ രോഗം സൗഖ്യമായോ? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ചില ആളുകൾ സൗഖ്യമായ ആളുകൾ ചെന്ന് ചോദിക്കും, മുട്ടുവേദന മാറി, മുട്ടൊന്ന് മടക്കി നോക്കി, ഇപ്പോൾ വേദനയുണ്ടോ? അല്ല, നിങ്ങളുടെ മുഴ മാറിയെന്ന് ഉറപ്പാണോ? നിങ്ങളത് സ്കാൻ ചെയ്തോ? ആളുകൾ തെളിവുകളാണ് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് എന്നോട് ചെയ്ത അത്ഭുതങ്ങൾ നിമിത്തം, അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ചിലത്, അതുകൊണ്ടാണ് യേശു ജീവിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്നത്. അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അത് പറയുവാനായി കഴിയത്തില്ല. ഇതേപോലെ തന്നെയായിരുന്നു യേശു തൻ്റെ ശിഷ്യന്മാരോടുമായിരുന്നത്. 40 ദിവസത്തോളം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടന്നു. അവർക്കൊരിക്കലും മറുത്തു പറയാൻ കഴിയാത്ത വിധത്തിൽ ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ലൈഫിലും കർത്താവ് ജീവിക്കുന്നുവെന്ന് എനിക്ക് അനുഭവിക്കത്തക്ക വിധത്തിൽ, എനിക്ക് ഉറച്ച നിലപാടോടെ ആകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്നും എനിക്ക് അനുഭവിക്കാനായി കഴിയും. ഞാൻ ഈ പറയുന്നത് ജീവിക്കുന്നൊരു ദൈവത്തെ അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ കഴിയത്തുള്ളൂ, ഉറപ്പോടെ പറയുവാനായി കഴിയത്തുള്ളൂ. ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ, ക്രിസ്തുവിൽ ധൈര്യത്തോടാകുവാൻ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഈ ലോകത്തിലെ എല്ലാം തെളിവുകളാണ് ആവശ്യം, ആണോ അല്ലയോ? ഈ ലോകത്തിലെ എല്ലാ കാര്യം പ്രൂവ് ആകുന്ന തെളിവ് നിമിത്തമാണ്. തെളിവില്ലാത്തോണ്ട് ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ. യേശു കർത്താവ് ഈ സ്വർഗത്തിൽ അങ്ങ് അവിടുന്ന് ഇവിടോട്ട് വന്നിട്ട് അൺഫാലിബിൾ പ്രൂഫ് എന്ന് പറഞ്ഞ തെളിയിക്കാൻ ആർക്കും തോറ്റുപോകാത്ത തെളിവുകൾ അവതരിപ്പിച്ചു. ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത പ്രൂവുകൾ അനുവദിച്ചു. എങ്കിൽ എല്ലാവരും പറഞ്ഞു, എങ്കിൽ ആത്മലോകത്തിനെ ഈ ഭൗമലോകത്തിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത പ്രൂവുകൾ കൊണ്ടുവരാൻ പറ്റും. എല്ലാവരും പറഞ്ഞേ, അൺഫെയിലബിൾ പ്രൂഫ്. ഈ പ്രൂഫ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തെളിവ്. തെളിവ് വിസിബിൾ ആണ്. അടുത്തിരിക്കുന്നവരോട് പറ, തെളിവ് വിസിബിൾ ആണ്. അതുകൊണ്ടാ അതിനെ തോറ്റുപോകാത്ത തെളിവ് എന്ന് പറയുന്നത്. മേളിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആ ലോകം ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് തോറ്റുപോകാത്ത തെളിവുകൾ കൊണ്ട് അവരെ ധൈര്യപ്പെടുത്തിയെന്നോ? നമ്മളോട് ആളുകൾ ചോദിക്കുന്നത് തെളിവെന്തിയെന്നാണെങ്കിൽ
ആത്മലോകം ഭൗമലോകത്തെ തൊട്ട അത് ചോദ്യം ചെയ്യാൻ പെടാത്ത തെളിവുകളായിരിക്കും. ഞാൻ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങളെല്ലാവരും പറയട്ടെ, യേശുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാ. ചുമ്മാതാ, നിങ്ങളുടെ അകത്ത് പേടിയുണ്ട്. യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ഞാൻ തയ്യാറാ. ചുമ്മാതാ, നിങ്ങൾക്ക് പേടിയുണ്ട്. ഇനി നിങ്ങൾക്ക് പേടിയില്ലാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ രഹസ്യം ഞാൻ പറയാം. അടുത്തിരിക്കുന്നവരോട് പറ, അതിന്റെ രഹസ്യം ഞാൻ പറയാം. റെഗുലറായി നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ, ദൈവദിനത്തിൽ നിന്ന് കിട്ടിയ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയതാണ്. അങ്ങനെ സംഭവിക്കുമോ? പറയാം. തീവ്രവാദികളായ ആളുകളെ കൊല്ലുന്നു, സ്വയം പൊട്ടിത്തെറിക്കുന്നു, ബെൽറ്റ് ബോംബായിട്ട് ആളുകൾ മരിക്കുന്നു. അവർക്ക് എന്താ? മനുഷ്യന് പേടിയില്ലേ? മരിക്കാൻ പേടിയില്ലേ? പേടിയല്ല പ്രശ്നം. അവരുടെ മനസ്സിനകത്ത് അവർ മരിച്ചാലും കുഴപ്പമില്ല, അവർക്ക് ഇന്നത് ഉണ്ട് എന്നൊരു ബോധം അകത്ത് കയറി, മനസ്സിനകത്ത് കയറി. അത് ക്രിസ്ത്യാനിയുടെ മനസ്സിലും കയറിയാൽ അവൻ പോയിട്ട് എന്ത് ചെയ്തു കളയും? അവൻ ചാവാൻ റെഡിയാവും. പക്ഷെ ശിഷ്യന്മാര് ചാവാൻ റെഡിയാവിന്റെ കാരണം അതല്ല. അടുത്തിരിക്കുന്നവരോട് പറ, എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ ചാകാൻ റെഡി ആയതിന്റെ കാരണം അതല്ല. ഇൻഫാലിബിൾ പ്രൂഫാണ്. ഞാൻ പ്രസംഗിക്കണോ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു രാമേൻ പറ. ഇൻഫാലിബിൾ പ്രൂഫ്. ആർക്കും എതിർക്കാൻ കഴിയാത്ത തെളിവുകൾ. തോറ്റുപോകാത്ത തെളിവുകൾ. എല്ലാവരും പറ, തോറ്റുപോകാത്ത തെളിവുകൾ. അടിക്കുന്ന ആളുകളോട് കൈ കൊടുത്തിട്ട് പറ, ആത്മലോകത്തിൽ നിന്ന് ഭൗമലോകത്തിലേക്ക് തോറ്റുപോകാത്ത തെളിവുകളുമായി യേശു വന്നെങ്കിൽ, ശിഷ്യന്മാര് വന്നെങ്കിൽ, എനിക്കും അതിന് സാധ്യമാണ്. പത്രോസിന് ഈ രഹസ്യം മനസ്സിലായി. ജോഹൻ മോനെ വന്നിട്ട് ഇവിടെ വന്നിരുന്നേടാ ഒരു മിനിറ്റ്. പത്രോസിന് ഈ രഹസ്യം മനസ്സിലായി. ഒരു മിനിറ്റ് ഇരുന്നേ. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഒരുത്തിന് ഇരിക്കുവാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? എന്റെ കൂടെ ഉണ്ടോ? പത്രോസ് യോഹന്നാനെ അവന്റെ അടുക്ക് ചെന്ന് അവന്റെ കയ്യിലോട്ട് പിടിച്ചു. വെള്ളിയും പൊന്നൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഇൻഫാലിബിൾ ട്രൂ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അവര് ആത്മലോകത്തിലാ, ഇത് ഭൗമലോകത്തിലാ. ഇത് ആത്മലോകത്തിലാ. ഭൗമലോകം ശ്രദ്ധിച്ചോണം. ആത്മലോകത്തിലേക്ക് നോക്കി, എന്നിട്ട് ഭൗമലോകത്തിലുള്ളവനെ ആത്മലോകം ഒന്ന് പൊക്കി. ഫിനിഷ്. വേദപുസ്തകം പറയുന്നത് വട ജോഹിങ്ങുവാ. പത്രോസിന്റെയും ശിഷ്യന്മാരുടെയും കൂടെ മുടന്തനായവൻ നിൽക്കുന്നത് കണ്ടിട്ടോ ഭൗമലോകം പറഞ്ഞു, എങ്ങനെ എതിർക്കാൻ കഴിയും? അടുത്തിരിക്കുന്നവരോട് പറ, എതിർക്കാൻ കഴിയത്തില്ലവേ. നിങ്ങൾ ആരെങ്കിലും എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആത്മലോകം ഭൗമലോകത്തെ തൊട്ടാൽ ഭൗമലോകത്തിനകത്ത് തെളിവുകൾ വെളിപ്പെടും. ഇതിന് മനസ്സിനെ സ്വാധീനിച്ചൊരു വാചകം പറയട്ടെ. തൃശ്ശൂർ ഒരു മീറ്റിംഗ് നടക്കുവാ. തൃശ്ശൂർ മീറ്റിങ്ങിന് ഒരാള് ജന്മനാൽ കൂനി ഒരാളാ. സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട്. അവന്റെ അപ്പനും അങ്ങനെയാണ്. അവരുടെ അപ്പന്റെ കാലം മുതലേ ആ നട്ടല് വളഞ്ഞിരിക്കുന്നേ. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ദൈവം അവനെ തൊട്ടത് മാത്രമല്ല, തൊട്ട സ്ഥലത്തൊരു കുഴി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നു? യേശു കർത്താവ് അവനെ തൊട്ടു, പക്ഷെ ശരീരത്തിൽ സൗഖ്യം മാത്രമല്ല ഉണ്ടായേ, അവനെ തൊട്ട സ്ഥലത്തൊരു കുഴി. ഇൻഫാലിബിൾ പ്രൂഫ്സ്. ഞാൻ സഭയോടൊരു ദൂത് പറയാം. അതങ്ങ്
എന്റെ 110ാമത്തെ വയസ്സിൽ നടക്കുന്ന കാര്യമല്ല. ഈ വർഷങ്ങളിൽ എന്ന് പറഞ്ഞ് 2024, 2025, 2026 ഇൻഫാലിബിൾ പ്രൂഫ്സ്, അൺക്വസ്റ്റ്യനബിൾ ഡെമോൺസ്ട്രേഷൻ സഭയിൽ വെളിപ്പെടാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിൽ 40 കൊല്ലം ചെയ്തത്, പറ, യേശു ഈ ഭൂമിയിൽ 40 കൊല്ലം ചെയ്തത്. ഒരാളെന്റെ അടുക്ക് വന്നു നിന്നേ, ഓടിയോ കേട്ടോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. യേശു ഈ ഭൂമിയിൽ 40 കൊല്ലം ചെയ്തത്. അങ്ങനെ ദയത്ത് തട്ടിയിട്ട് പറഞ്ഞേ, യേശു ഈ ഭൂമിയിൽ 40 കൊല്ലം ചെയ്തത്, 40 ദിവസം ചെയ്തത്. ആത്മലോകത്തെ ശിഷ്യന്മാർക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അവർക്ക് ഈ ഭൂമി ജീവിക്കുമ്പോ തന്നെ മനസ്സിലായി, ഇവിടെ വേണമെങ്കിൽ ജീവിക്കാം, അവിടെ വേണമെങ്കിൽ ജീവിക്കാം, അവിടെ വേണമെങ്കിൽ ജീവിക്കാം, ഇവിടെ വേണമെങ്കിൽ ജീവിക്കാം. ജീവിച്ചാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല. എന്റെ കൂടെ നീ കൈയടിച്ചു രാമീൻ പറ. അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാം, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും പോവാം. When we join to the kingdom of God, from that day we are the co-citizens. ഞങ്ങളും അവരും ഒരു കുടുംബമാകുക, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു രാമേൻ പറ. ഇനി അന്യനോ പരദേശിയോ അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും സ്വന്തം ഭവനക്കാരുമാണ്. മരിച്ച ഒരുവന് തിരിച്ചു വരാം. സോറി, മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു പോയാൽ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന മരിച്ചവരുടെ കാര്യമല്ല പറയുന്നേ, അങ്ങനെ ചിന്തിക്കരുത്. യേശു കർത്താവ് മരിച്ചുപോയി. ആ മരണം കഴിഞ്ഞിട്ട് ഒരുവൻ തിരിച്ചു വരുവോ എന്ന് പറഞ്ഞ, ഞാൻ എന്ന് ആത്മലോകത്തിലേക്ക് കയറിയോ, സ്വർഗവും സ്വർഗത്തിലുള്ളതും സകലതും എനിക്ക് എൻ്റെ വീട് പോലാവോ? ഇനി ഞാൻ പറയുന്ന മർമ്മം ഒന്ന് ശ്രദ്ധിച്ചോണം. ആദാമിൽ നഷ്ടമായി പോയത് സ്വർഗം വീണ്ടും റിസ്റ്റോർ ചെയ്തതാണ് കാൽവറിയിൽ നടന്നത്. ആദാമിൽ സന്ധ്യയായപ്പോ ദൈവം ആ തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു. അത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ കാൽവറിയിൽ അത് റിസ്റ്റോറായി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഓ, കാൽവറിയിൽ അത് റിസ്റ്റോറായി. ശാന്തല ബാബാ ബാബാ. ഏഞ്ചൽസിനെ കാണിക്കണേ, ഏഞ്ചൽസിനോട് സംസാരിക്കണേ, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം എൻ്റെ പ്രാർത്ഥന. പക്ഷെ ഇങ്ങോട്ട് കയറിയപ്പോ മനസ്സിലായി, ഇവരെല്ലാം നമ്മുടെ വീട്ടുകാരാ, ഇവരെല്ലാം നമ്മുടെ ആൾക്കാരാ, നമ്മുടെ സ്വന്തം ആൾക്കാരാ. അയ്യടാ, കയ്യടി കേട്ടിട്ടും കൊള്ളാം. അത് ഞാൻ പറഞ്ഞ പ്രസംഗിക്കണോ ദൂത് പറയണോ എന്ന് എനിക്ക് അറിയത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാ. അതുകൊണ്ടാ രക്ഷ വലുതായത്. അതുകൊണ്ടാ രക്ഷ വലുതായത്. രക്ഷ എന്ന് പറയുന്നത് ഈ എൻട്രിങ് പ്ലേസ് ആണ്, കവാടമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന കവാടമാണ്. എങ്ങോട്ട് കയറാനുള്ള? ആത്മലോകത്തിലേക്ക് കയറാനുള്ള കവാടം. ഞാൻ കാണുന്നൊരു വെളിപ്പാട് പറയട്ടെ. ഇതിനകത്ത് മുഴുവൻ മേഘങ്ങൾ പോലെ ദൈവ സാന്നിധ്യം നിൽക്കുന്ന കാണാം. മേഘങ്ങൾ പോലെ ദൈവദൂതന്മാർ നിൽക്കുന്ന കാണാം. ചിലരുടെ അകത്ത് ഇപ്പോൾ അത് കാണാൻ കഴിയും. ചിലരുടെ അകത്ത് കർത്താവ് വിസിറ്റ് ചെയ്യുന്ന അനുഭവിക്കാൻ പറ്റും. ചിലരുടെ അകത്ത് ദൂതന്മാർ സന്ദർശിക്കുകയാണ്. അസാധാരണമായ ഒരു അന്തരീക്ഷം ഈ ഹോളിനകത്തുണ്ട്. Receive your miracle. Receive your miracle.
De da kana rose dila dane yoto mana. Thank you, Jesus. പഴയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമം എന്ന് പറയുന്നത് നിഴലായതാ. പെട്ടകത്തിലൂടെ അവരുടെ ഇടയിൽ യേശു വന്ന് വാസം ചെയ്തു. പുതിയ എന്ന് പറയുന്നത് നിഴലല്ല, ലിറ്ററലിയാ. അവൻ തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ വാസം ചെയ്തു. പഴയ നിയമത്തിൽ ദൈവത്തിന് മനസ്സിലായി ഇവർ അഴുക്കായാൽ എനിക്ക് അവരുടെ നട നിൽക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം തീരുമാനമെടുത്തു, ഇനി ഞാൻ ആളുകളുടെ ഉള്ളിലേക്ക് വസിക്കാൻ പോവുകയല്ല, ആളുകളുടെ നടുവിലല്ല, ആളിന്റെ ഉള്ളിൽ വസിക്കാൻ പോകുക. അതാ പുതിയ നിയമം. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇത് തെറ്റായിട്ട് ആരും ധരിക്കരുതാ. യേശുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നേ. മരിച്ചവൻ തിരിച്ചു വന്നു എന്ന് പറ. നിങ്ങൾ അങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നു? ഒന്ന് ഉറക്കെ പറഞ്ഞേ, മരിച്ചയാള്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മരിച്ചുപോയി, 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്നാളോ നിങ്ങളുടെ ഗതികേടെന്ന് ചിന്തിച്ചു നോക്കി. ഗതികേടൊന്നുമില്ല, ബോധം കെട്ട് ചാവും. അവനെ അപ്പോഴേ ഒന്നെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുവരും. ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി. ആ 40 ദിവസത്തിനകത്ത് അവർക്കൊരു കാര്യമായി, ഇനി ആര് കല്ലെറിഞ്ഞാലും, ആര് കൊല്ലാൻ പറഞ്ഞാലും, ആരില്ലാതാക്കാൻ ശ്രമിച്ചാലും ഇനി അതിന് പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ ഇടയിലുള്ള ചുവരിടിഞ്ഞു, എനിക്ക് അപ്പ വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. ഈ സ്റ്റെഫാനോസ് ഒക്കെ കല്ലെറി കൊണ്ടപ്പോഴേ ആത്മാവിൽ നിറയുമോ? അത് എനിക്ക് മനസ്സിലാകാത്ത ഭാഷയാ. നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു മുട്ടുതൂചി കൊണ്ടൊരു കുത്തു തരാം. നിങ്ങൾ ആത്മാവിലാവോ ഏതിലാവോ എന്ന് അപ്പം നോക്കിക്കോണം. കല്ലെറി കൊണ്ടോണ്ടിരിക്കുമ്പോ ആത്മാവിലാവുന്നു. ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ സ്പിരിച്വലായി നമ്മൾ ഡൗൺ ആയി പോവും. പക്ഷെ പുള്ളി ആത്മാവിലാവുക. അതിനോടൊപ്പം പുള്ളി പറയുവോ, അയ്യോ ഞാൻ ഇവിടെ സ്ഥലം വിടുവോ, അങ്ങോട്ട് വരുവോ കർത്താവേന്ന്. പഴയ പുതിയ നിയമത്തിലെ ആദ്യ സമയങ്ങൾ എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലെ അവർക്ക് ഈ ലോകവും മേളിലെ ലോകവും രണ്ടായിട്ട് അവർ കണ്ടിരുന്നില്ല, അവർ ഒന്നായിട്ടാണ് കണ്ടിരുന്നേ. അവർക്ക് ഇവിടെ വേണേ ഇവിടെ ജീവിക്കാം, അവിടെ വേണേ അവിടെ ജീവിക്കാം എന്ന സെറ്റപ്പായിരുന്നു. ഇവിടെ ജീവിക്കുന്ന അവർ പറയുന്ന ബാക്കിയുള്ളവർക്ക് ഈ അറിവില്ലാത്തതുകൊണ്ട് അവർക്ക് ഈ അറിവ് കൊടുക്കേണ്ടതിന് ഞങ്ങൾ ഇവിടെ ജീവിക്കണം, അത് കഴിഞ്ഞ് വേഗം അങ്ങ് പോകണം എന്ന ചിന്തയിലാണ് ജീവിച്ചോണ്ടിരുന്നേ. നമ്മുടെ തലയില് അങ്ങനൊന്നും ഇല്ല. അതൊന്നുമല്ല നമ്മുടെ തലയിലുള്ളത്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, 40 ദിവസം മരിച്ചൊരാള് ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരെ പഠിപ്പിച്ചോണ്ടേയിരുന്നു. ഒരു ദിവസം ഭിത്തിയുടെ ഉള്ളിൽ കൂടെ വരുന്നു, വേറൊരു ദിവസം കടക്കരയിൽ പോയി നിൽക്കുന്നു. എന്നെ ഇടപാടാണ്. ഇവരുടെ കൈ ആദ്യമൊക്കെ കണ്ടപ്പോ ഇവർ വിറച്ചു മരിച്ചു കാണും. പിന്നെ പിന്നെ ഇവർക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന, ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യം പറയട്ടെ, കർത്താവേ അന്ന് ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയ പോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിങ് സ്വർഗത്തിലെ പരിപാടിയാ. ഇവിടെ ഞാൻ ഇന്നോവയിലാ വന്നത്, പക്ഷെ ഈ സാധനം ഇതിനകത്തുള്ളവർക്ക് ട്രാൻസ്പോർട്ടിങ്ങിന് വേറെയാ, സെറ്റപ്പ് വേറെയാ. വല്ല മനസ്സിലാവുന്നോന്ന് എനിക്കറിയത്തില്ല. എന്റെ കൂടെ ഉണ്ടോ ഒരു ഹല്ലേലൂയ പറയാവോ? ഇന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് ഇന്നോവയിലാ വന്നത്, പക്ഷേ ആത്മലോകത്തിൽ കയറിയ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം വേറെയാ, ഭക്ഷണത്തിന്റെ സിസ്റ്റം വേറെയാ, മൂവിങ് സിസ്റ്റം വേറെയാ, കാണുന്ന സിസ്റ്റം വേറെയാ, കേൾക്കുന്ന സിസ്റ്റം വേറെയാ. അത് എവിടെയോ ഒരു ക്ലിം ഷോയെ നമ്മൾ ഈ സമയത്ത് ഈ കാലഘട്ടത്ത് സഭയിലുള്ളൂ. ഇനി പറയാൻ പോകുന്ന ദൂത് നിങ്ങൾക്ക് ഗ്രഹിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയാൻ പോവാ. അന്ന് അവർക്ക് യാഥാർത്ഥ്യമായിരുന്നതിന്റെ
ഇരട്ടി ശക്തിയോടെ ആത്മലോകം സഭയിൽ ഭൂമിയിൽ വെളിപ്പെടാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കാലത്ത് ദൈവജനം പറയുവാണ്, അവർ ചെന്നെടുത്തൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞു, ഇവർ ഭൂമിയെ കീഴ്മേൽ മറിച്ചവരെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർക്ക് ഒത്തിരി എതിർപ്പുകളുണ്ടായി. പക്ഷേ അവരെ കല്ലെറിയുമ്പോഴും അവരെ കൊല്ലണമെന്ന് വിചാരിച്ച് ചുറ്റും ആളുകൾ നടക്കുമ്പോഴും ഇതിനൊന്നും അവരെ തളർത്തുവാനായി കഴിഞ്ഞില്ല. അതിലൊന്നും അവർ അധൈര്യപ്പെട്ടതുമില്ല. അതിനൊരു കാരണമെന്ന് പറയുന്നത് അവർ ആർക്കും എതിർക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സാക്ഷിയിൽ, അവരുടെ മനസ്സിന് ഒരിക്കലും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുവാനിടയായി. അതുകൊണ്ട് അവർക്ക് അതിന്മേൽ ഉറപ്പുണ്ടായിരുന്നു, ക്രിസ്തു ജീവിക്കുന്നുവെന്ന്, യേശു ജീവിക്കുന്നുവെന്ന്, അവരുടെ നായകൻ ജീവിക്കുന്നുവെന്ന് അവർക്ക് ആത്മലോകം വെളിപ്പെട്ടു വന്നിരുന്നു. അതുകൊണ്ടാണ് അവർ ആരെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ ചിലത് ചെയ്യുവാനിടയായത്. അവരുടെ മുൻപിൽ വന്ന രോഗികളെ അവർ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇതാണ് റിവൈവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ആകുമ്പോഴാണ് ഈ ആത്മലോകത്തെ അനുഭവിക്കുവാൻ കഴിയുമ്പോൾ, അല്ല ധൈര്യത്തോടെ ചിലത് ചെയ്യുമ്പോൾ ദേശം കർത്താവിനാൽ തൊടപ്പെടുവാനിടയാകും. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അതിനായി ഉപയോഗിക്കട്ടെ. ദൈവത്തെ കൂടുതൽ അനുഭവിക്കാൻ, ആത്മലോകത്തെ കൂടുതൽ അനുഭവിക്കുവാൻ തക്കോണം കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ചലിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറിൻ്റെ പേര് കണ്ണൻ എന്നാണ്. വടക്കഞ്ചേരി എന്നാണ് അവർ കടന്നു വരുന്നത്. ഈ ബ്രദറിന് ഉണ്ടായ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ബ്രദർ ഒരു കാട്ടിലെ വിറക് പറക്കാനായി രണ്ടുപേരും കൂടി പോയിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ബ്രദറിന് നെഞ്ചുവേദന ഉണ്ടാവുകയും അവിടെ അടുത്തുള്ള ആളുകൾ കൂടി വണ്ടി വിളിച്ച് അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോവുകയും, ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇത് അധികം ദൂരം എത്തില്ല, കുറച്ച് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. സിസ്റ്റർ വിശ്വാസത്തോടു കൂടി നമ്മുടെ പാലക്കാട് ലീഡറെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സിസ്റ്റർ പറഞ്ഞു, ജീവൻ തരുന്നത് ദൈവമാണ്, ദൈവത്തിന് സാധിക്കാത്തതൊന്നും തന്നെ ഇല്ല എന്ന് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം അന്ന് തന്നെ ക്ലിയർ ചെയ്തു. പിന്നീട് 2 ബ്ലോക്ക് അത്ഭുതകരമായി അവർ മാറി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈയടിച്ച് രാമ്യം പറഞ്ഞ് പ്രാർത്ഥനയിൽ വന്നു. ആദ്യത്തെ ബ്ലോക്ക് തനിയെ പോയി. എന്നാൽ ഹാർട്ടിന്റെ ബ്ലോക്കിലും 2 തനി ഇവിടെ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് 2 ബ്ലോക്ക് മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കാട്ടിൽ വെച്ചിട്ടുണ്ടായപ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് പ്രാന്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു ഞാൻ വീണ് പോയി തളർന്നു, ഇനി നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വീഴല്ല, ഉയർത്തെഴുന്നേൽക്കുകയാണ് പറഞ്ഞു. അപ്പൊ ഇയാൾ എനിക്കറിയില്ല അറ്റാക്ക് ആണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇപ്പൊ രക്ഷപ്പെട്ടേ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ കുഴഞ്ഞു പോവുകയാണ്. അപ്പൊ എൻ്റെ ഇവിടെ ചാരി നിന്നു. പക്ഷെ എനിക്കറിയില്ല ബ്രദർ ഏത് അറ്റാക്കാണെന്ന്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ ഓടി വരുവാ കാട്ടിലേക്ക്. അയാൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ബ്രദറെ ഒന്ന് പിടിക്കാൻ പോയി ചോദിച്ചപ്പോൾ ഞാൻ പിടിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങോട്ട് വന്നു ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ അവിടെ നിന്നപ്പോൾ ഓടി വന്നതാന്ന് പറഞ്ഞു. അയാൾ പിടിച്ചു, അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ആൻജിയോഗ്രാം ചെയ്തു. അവരെല്ലാം വീൽ ചെയർ എടുത്ത് കാട്ടിക്ക് കൊണ്ടുവന്നു, അടുത്താണ്. അപ്പൊ അത്രയൊക്കെ അപ്പോഴേക്കും ഞാൻ മൊബൈലൊന്നും എടുത്തിട്ടില്ല. മൊബൈൽ എടുക്കാൻ പോകുമ്പോഴേക്കേ അവര് വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോയി. അപ്പൊ എന്നോട് ഡോക്ടറൊക്കെ അറിയുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഇതൊന്നും എടുക്കണ്ട, വേഗം പൊക്ക പറഞ്ഞു. അപ്പൊ 10 രൂപ വാങ്ങിക്കാൻ നിൽക്കുക ടോക്കൺ എടുക്കാൻ ഞാൻ അയൽവക്കത്തെ വീട്ടില്. അപ്പൊ അവരൊരു 10 രൂപയും കൊണ്ടുവരും. 10 രൂപ ഞാൻ മുറുക്ക 1000 നന്മകൾ പാടി പാടി പാടിച്ചിടാമേ, യേശു ചെയ്ത നന്മകളെല്ലാം പാടി പാടി സ്തുതിച്ചിടാമേ. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. ഓരോ സൗഖ്യവും നമ്മളോട് പറയുന്നത് ജീവിക്കുന്ന ഒരു കർത്താവിനെയാണ്. ഇത് കാണുമ്പോൾ
ഓരോ സൗഖ്യങ്ങളും കാണുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ ആരാണോ അതിൽ വിശ്വസിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ആ സൗഖ്യത്തെ അനുഭവിക്കും. വിശ്വാസത്താലാണ് ഞാൻ ചില നന്മയെ അനുഭവിക്കുന്നത്. വിശ്വാസത്താലാണ് എനിക്ക് ക്രിസ്തുവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ കഴിയുന്നത്. ആറ് വിശ്വാസത്തോടെ അതിനെ ഏറ്റെടുക്കുന്നു. ഒരത്ഭുതം കാണുമ്പോഴാണ്, ജീവിക്കുന്ന ഒരു ദൈവത്തെ അവരവരുടെ അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുമ്പോഴാണ് പലപ്പോഴും എൻ്റെ മേലുള്ള വിശ്വാസവും വർദ്ധിക്കാനിടയാകുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ജീവിക്കുന്ന ഒരു കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എനിക്ക് എൻ്റെ ദൈവത്തെ കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, അനുഭവിക്കുവാനായി കഴിയും. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന് കഴിയും. വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. രോഗികളായിരിക്കുന്ന രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. താങ്ക് യു ജീസസ്. സോപ്പിനോട് അലർജിയുള്ളൊരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഏത് സോപ്പ് മാറിയും തിരിഞ്ഞ് ഉപയോഗിച്ചാലും അത് അലർജിയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അലർജി കൊണ്ടുവന്ന ഇരുട്ടിൻ്റെ ബലമൊടയട്ടെ അപ്പ. അലർജി കൊണ്ടുവന്ന ഇരുട്ടിൻ്റെ ബലമൊടയട്ടെ അപ്പ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ മീറ്റിനോട് അലർജി ആയിരിക്കുന്ന ഒരു വ്യക്തിയും കർത്താവ് തൊടുകയാണ്. കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് വരട്ടെ. പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നോർത്ത് നന്ദി പറയുന്നു കർത്താവേ. നന്ദി കർത്താവേ. ഒരു വ്യക്തിയെ കാണുകയാണ്, 2 വീലറിൽ യാത്ര ചെയ്തിട്ട് ആക്സിഡൻ്റ് ആയിട്ട് പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തി. ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷെ തൻ്റെ ശരീരത്തിൽ തനിക്ക് ചില പ്രയാസമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ, പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. അപ്പോൾ അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അതേപോലെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. അപ്പോൾ അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവേ, കുഞ്ഞുങ്ങളുടെ മേൽ നിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.